ഹലോ എല്ലാവർക്കും ലെറ്റ്സ് വിൻ ടുഗദർ കേരള PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ചാലഞ്ചിൻ്റെ 9ാമത്തെ ഡേ ആണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ചോദ്യങ്ങളിലൂടെ സിലബസ് കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് മോഡ്യൂൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഡാഷ് പ്രൊഡക്റ്റ് ഡെലിവേഴ്സ് ഫണ്ടമെൻ്റൽ ബെനിഫിറ്റ്സ്. ആൻസർ കോർ പ്രൊഡക്റ്റ്. നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഡാഷ് ഈസ് ദ ആക്ച്വൽ പ്രൊഡക്റ്റ് എ കൺസ്യൂമർ ഈസ് ബൈയിങ്. ആൻസർ ബേസിക് പ്രൊഡക്റ്റ്. തേർഡ് വൺ, എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് കണ്ടീഷൻസ് ബയേഴ്സ് നോർമലി എക്സ്പെക്ട് വെൻ ദേ പർച്ചേസ് എ പ്രൊഡക്റ്റ്. ആൻസർ എക്സ്പെക്റ്റഡ് പ്രൊഡക്ട്സ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും അല്ലേ? ആ എക്സ്പെക്റ്റേഷൻസോട് കൂടിയിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റാണ് എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ വെൻ ദ കൺസ്യൂമർ ഗെറ്റ്സ് മോർ ദാൻ ഹിസ് എക്സ്പെക്റ്റേഷൻസ് ഇൻ പ്രൊഡക്റ്റ്, സച്ച് എ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനേക്കാളും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ടേം പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് വാസ് യൂസ്ഡ് ബൈ ആരാണ്? തിയോഡർ ലെവിറ്റ്. സിക്സ്ത് വൺ, dash refers to the augmented product or aggregate of satisfaction that a user obtains. Answer product concept. അപ്പോൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒബ്റ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് വൺ, ഡാഷ് പ്രൊവൈഡ്സ് എ റീസൺ ഫോർ ബൈയിങ് ദ പ്രൊഡക്റ്റ്. എന്താണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല അല്ലേ? അപ്പം പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റീസൺ ഫോർ ബൈയിങ് ദ പ്രൊഡക്റ്റ് ആണ്. ദെൻ എയ്ത്ത് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ടാഞ്ചിബിലിറ്റി ഓർ ഡ്യൂറബിലിറ്റി പ്രൊഡക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എന്തൊക്കെ തിരിക്കാം? നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി കൺസംഷൻ്റെ ബേസിലാണെങ്കിലോ, ഓൺ ദ ബേസിസ് ഓഫ് കൺസംഷൻ പ്രൊഡക്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഇനി എന്താണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് നോക്കാം. Dash goods are purchased by ultimate consumers to satisfy their wants directly. ഇതിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് അൾട്ടിമേറ്റ് കൺസ്യൂമർ അവരുടെ ആവശ്യം ഇമ്മീഡിയറ്റ് കൺസംഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഡാഷ് ഗുഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഓർ ഫോർ സം ബിസിനസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ്. അതിനെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് കൺസംഷന് വേണ്ടിയിട്ടല്ല ഗുഡ്സ് വാങ്ങിക്കുന്നത്, പിന്നെ എന്തിനാണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് മോഡ്യൂൾ മാനേജീരിയൽ എക്കണോമിക്സ്. ഫസ്റ്റ് വൺ, ഓൾ ദോസ് മാൻമെയ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ മാൻമെയ്ഡ് ഗുഡ്സിനെയും ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ബ്രിങ്ങിങ് ടുഗദർ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, ദ ഫിക്സഡ് ഇൻപുട്ട് ബിക്കം ഡാഷ് ഇൻ ദ ലോങ് റൺ. ആൻസർ വേരിയബിൾ. ലോങ് റണ്ണിൽ ഫിക്സഡ് ഇൻപുട്സ് എല്ലാം വേരിയബിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ലോങ് റണ്ണിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും? നമുക്ക് കൂടുതൽ മെഷീനറീസ് വേണ്ടി വരും, കൂടുതൽ ലാൻഡ് വേണ്ടി വരും അല്ലേ, കൂടുതൽ ബിൽഡിംഗ് വേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലോങ് റണ്ണിൽ ഫിക്സഡ് ഇൻപുട്സ് ബിക്കം വേരിയബിൾ. ദെൻ ഫോർത്ത് വൺ, ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് എന്താണ്? പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഫിഫ്ത്ത് വൺ, dash state the minimum quantities of input that are necessary to produce a given quantity of output is called production function. ഒരു given quantity of output പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ടിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കൂ, ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ കെ ടി. അപ്പം Q പറയുന്നത് ഔട്ട്പുട്ടാണ്, എൽ പറയുന്നത് ലാൻഡ്, കെ ക്യാപിറ്റൽ, ടി ടെക്നോളജീസ്, ചേഞ്ചസ് ഇൻ ടെക്നോളജീസ്. അങ്ങനെ നമുക്ക് കുറേ വേരിയബിൾസ് ഉണ്ടാവും അല്ലേ? അപ്പം അതെല്ലാം വരും കേട്ടോ. അപ്പം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്?
നമുക്കൊരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് അതിൻ്റെ ഫംഗ്ഷനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ, ദർ ആർ ടു ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമുണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമുണ്ട്. ഇൻ ഡാഷ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ the quantity of only one input varies while all other inputs remain constant. ഏതാണ്? ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ഒരു ഇൻപുട്ട് മാത്രമേ വേരി ചെയ്യുള്ളൂ, അതർ ഇൻപുട്സ് ആർ റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഇൻ ഡാഷ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. ഏതിലാണ്? ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആയിരിക്കും. ദെൻ നയൻത് വൺ, ഡാഷ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻപുട്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ 10th വൺ, ഡാഷ് ഈസ് ദ റാപ്പിഡെക്സ് ഓഫ് എ ഫേം ഓർ പ്രൊഡ്യൂസർ. റാപ്പിഡെക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു ഓർഗനൈസേഷനിലെ റാപ്പിഡെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ദെൻ തേർഡ് മൊഡ്യൂൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഡാഷ് അപ്രോച്ച് the market value of the firm depends upon the net operating profit and the overall cost of capital. Answer, net operating income theory. Net operating income theory പ്രകാരം എന്താ പറയുന്നത്? The market value of the firm എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഒരു ഫേമിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലാണ്. അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ് എന്താണ് മാർക്കറ്റിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയുന്ന കോൺസെപ്റ്റ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ദെൻ സെക്കൻഡ് വൺ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ഇറെലവൻസ് തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. മാർക്കറ്റ് വാല്യൂ എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇറെലവൻസ് തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നു. ദെൻ തേർഡ് വൺ, അക്കോർഡിംഗ് ടു ഡാഷ് തിയറി എവരി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏത് പ്രകാരമാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പ്രകാരം. ദെൻ ഫോർത്ത് വൺ, അക്കോർഡിംഗ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് the market value of the firm is not affected by the change in the capital structure. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയാൽ അതൊന്നും തന്നെ ഒരു ഫേമിന്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. ഒരു ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. Then sixth one, traditional theory approach was suggested by Solomon Ezra. Seventh one, traditional theory approach is also known as intermediate approach. According to Dash, by mixing the debt and equity judiciously, it is possible to minimize the overall cost of capital and maximizing the total value of the firm. ഏത് തിയറി പ്രകാരമാണ്? ട്രഡീഷണൽ തിയറി അപ്രോച്ച് പ്രകാരം. ഇത് പ്രകാരം ഡെപ്റ്റും ഇക്വിറ്റിയും ജുഡീഷ്യസ്ലി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാനും ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ നയൻത്ത് വൺ, മോഡിഗ്ലിയാനി മില്ലർ തിയറി. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് മെർട്ടൺ മില്ലർ. Then 10th one, dash refers to buying a security which has low risk and selling it in a high risk market is called arbitrage process. അതായത് ലോ റിസ്കിലുള്ള സെക്യൂരിറ്റി വാങ്ങിക്കുകയും അത് ഹൈ റിസ്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് മോഡ്യൂൾ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, ലെഡ്ജർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? പെർമനന്റ് അക്കൗണ്ട് ആൻഡ് ടെമ്പററി അക്കൗണ്ട്. പെർമനന്റ് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ടെമ്പററി അക്കൗണ്ടിൽ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആണ് വരുന്നത്. ദെൻ ഫോർത്ത് വൺ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ എൻട്രീസ് റെക്കോർഡഡ് ഇൻ ദ ജേർണൽ ഇൻ ടു ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ജേർണലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then fifth one, the process of ascertaining the balance of a particular account on a given date is known as
balancing the accounts or striking the balance. Sixth one, the journal in which transactions of a similar nature are recorded is known as special journal or day book. സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ജേണലിനെയാണ് സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയുന്നത്. Seventh one, transactions that cannot be recorded in any of the special journals are recorded in a journal called journal proper or miscellaneous journal. അതായത് സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് അത് എവിടെ റെക്കോർഡ് ചെയ്യുന്നു? ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ മിസലേനിയസ് ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. Then eighth one, cash book is used to record all cash transactions. Cash book എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബുക്ക് യൂസ് ചെയ്യുന്നത്. Then a cash book serves the purpose of both ഏതൊക്കെയാണ്? ജേണൽ ആൻഡ് ലെഡ്ജർ. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലുമാണ് ലെഡ്ജറുമാണ്. Then 10th one, a cash book which contains only one column for amount on both sides is called single column cash book or simple cash book. അതായത് രണ്ട് സൈഡിലും ഓരോ എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്ക് അതിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. Fifth module, cost accounting. First one, dash refers to the time required to obtain new materials. New materials obtain ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. Second one, dash discount is allowed by manufacturers to distributors or suppliers or purchasers. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? ബൾക്ക് പർച്ചേസിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നത്. Then third one, dash discount is allowed by the manufacturers to customers who buy goods in large quantity. Answer, quantity discount. Trade discount തന്നെയാണ് quantity discount. Then fourth one, dash discount is allowed by the suppliers to purchasers to encourage prompt payment. Prompt paymentന് വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട്. Then fifth one, dash can be defined as the quantity which is most economical to order at a time. ഏതാണ്? economic order quantity. Then dash tells the quantity to order and the time to order. ഏതാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ ഒരു പ്രാവശ്യം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ആ മെറ്റീരിയൽസ് ഓവർ മെറ്റീരിയൽ ആവാനും പാടില്ല, അണ്ടർ മെറ്റീരിയൽ ആവാനും പാടില്ല. കറക്റ്റായിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാതെ നമുക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പം ആ ഒരു പോയിന്റാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈം എത്ര മെറ്റീരിയൽസ് ഓർഡർ ചെയ്യണം, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നോക്കൂ, ഡാഷ് ടെൽസ് ദ ക്വാണ്ടിറ്റി ടു ഓർഡർ ആൻഡ് ദ ടൈം ടു ഓർഡർ. എത്ര ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യേണ്ടത്, എപ്പോൾ ഓർഡർ ചെയ്യണം എന്നെല്ലാം പറയുന്നത് ഏതാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ദെൻ സെവൻത്ത് വൺ, ഡാഷ് റെഫേഴ്സ് ടു ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഓർഡേഴ്സ്. ഏതാണ്? പീരീഡ് ഓർഡർ ക്വാണ്ടിറ്റി. Then eighth one, dash is the ratio of cost of material consumed during a given period to the average of during the period. During that period. Answer, material or inventory turnover ratio. Then next one, the system of material control on a continuous basis while the material is in storage is called പെർപെക്ച്വൽ ഇൻവെൻ്ററി സിസ്റ്റം. എന്താണ് പറയുന്നത്? പെർപെക്ച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽ കൺട്രോൾ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ബേസിസിലുള്ള മെറ്റീരിയൽ കൺട്രോളാണ് എവിടെ നടക്കുന്നത്? പെർപെക്ച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ നടക്കുന്നത്. അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കണ്ടിന്യൂസ്ലി അവർ ചെക്ക് ചെയ്ത് ആ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് നടത്തി വരുന്നു. അതിനെയാണ് പെർപെക്ച്വൽ ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. Then 10th one, reorder level. Reorder level എന്താണ്? Reorder level is equal to maximum consumption into maximum reorder period. Reorder levelന്റെ ഇക്വേഷൻ ആണ് maximum consumption into maximum reorder period. Sixth module, auditing.
First one, dash consists of a continuous critical review of financial and operating activities by a staff of auditors functioning as full-time salaries employees. Internal auditing. Internal auditing എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ ആണ്. എന്തിൻ്റെ? ഫിനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെയും കണ്ടിന്യൂസ് റിവ്യൂ ആണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിൽ നടക്കുന്നത്. അത് ആരാണ് ചെയ്യുന്നത്? ബൈ എ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്ററിലെ ഒരു സ്റ്റാഫ് ആയിരിക്കും അത് ചെയ്യുന്നത്. അവർ ഫുൾ ടൈം സാലറീസ് എംപ്ലോയീസ് ആയിരിക്കും. അതിനെയാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇന്റേണൽ ഓഡിറ്റർ അല്ല കേട്ടോ, ഓഡിറ്റിംഗ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ദ ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ ഡാഷ് ഓഡിറ്റ്. എന്താണ്? കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. ദെൻ തേർഡ് വൺ, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ? ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റ, ദെൻ റിവ്യൂ ഓഫ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഓർഗനൈസേഷൻ, കീപ്സ് എ വാച്ച് ഓവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ദെൻ എൻഷുർ ദാറ്റ് ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. Then fourth one, the staff appointed for the purpose of internal audit is called എന്താണ്? ഇന്റേണൽ ഓഡിറ്റർ. ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫ് ആരാണ്? ഇന്റേണൽ ഓഡിറ്റർ എന്നാണ് പറയുന്നത്. Then internal audit is suitable for large organizations. ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം അല്ലേ? അപ്പം സ്മാൾ ബിസിനസ്സിന് അതെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. സോ അത് ലാർജ് ഓർഗനൈസേഷൻസിനാണ് കൂടുതൽ സ്യൂട്ട് ആവുക. അതുപോലെ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴല്ലേ നമുക്ക് ഇന്റേണൽ ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. സോ അത് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻസ്. ദെൻ സിക്സ്ത് വൺ, ഡാഷ് സജസ്റ്റ് ദ മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ് റിവ്യൂഡ്. എന്താണ്? ഇന്റേണൽ ഓഡിറ്റർ സജസ്റ്റ് ചെയ്യുന്നു മാനേജ്മെൻറ്റിനെ റിഗാർഡിംഗ് എന്താണ്? ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ് റിവ്യൂഡ്. അവർ റിവ്യൂ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെയും ഓപ്പറേഷൻസിൻ്റെയും എല്ലാം സജഷൻസ് ആര് നൽകുന്നു? ഇന്റേണൽ ഓഡിറ്റർ മാനേജ്മെൻറ്റിന് നൽകുന്നു. ദെൻ സെവൻത്ത് വൺ, ഡാഷ് ഈസ് നോട്ട് കമ്പൽസറി. ഇന്റേണൽ ഓഡിറ്റ് കമ്പൽസറി അല്ല, അതൊരു ഓപ്ഷണലാണ്. ദെൻ എയ്ത്ത് വൺ, the dash is conducted for ascertaining that the internal control system existed in the organization is effective. ഇന്റേണൽ ഓഡിറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, അതായത് ഓർഗനൈസേഷനിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവായിട്ട് തന്നെയാണോ പോകുന്നത് എന്നെല്ലാം അസർട്ടൈൻ ചെയ്യാൻ ഇന്റേണൽ ഓഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. The ninth one, internal auditors are specially appointed. പോയിന്റ് ആണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് സ്പെഷ്യലി ആ ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. Then 10th one, it is a device to detect fraud and error already committed. ഇന്റേണൽ ചെക്ക് എന്തായിരുന്നു? കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല എററും ഫ്രോഡും, അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്റേണൽ ചെക്ക് യൂസ് ചെയ്യുക. അതായത് അത് കമ്മിറ്റഡ് ആവുന്നതിന് മുൻപ് തന്നെ അത് കണ്ടെത്തി അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്റേണൽ ചെക്ക് ഉണ്ടായിരുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഓൾറെഡി കമ്മിറ്റഡ് ആണ് എററും ഫ്രോഡും അല്ലേ? അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സെവൻത്ത് വൺ, കമ്പനി ലോ. ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈസ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ആൻസർ 149 to 172. Second one, board of directors are elected by dash from among themselves. ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. തേർഡ് വൺ, ഈച്ച് മെമ്പർ ഓഫ് ദ ബോർഡ് ഇൻഡിവിജ്വലി കോൾഡ്. എന്താണ്? ഡയറക്ടർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഓരോ മെമ്പറിനെയും ഇൻഡിവിജ്വലി പറയുന്നത് ഡയറക്ടർ എന്നാണ്. ഫോർത്ത് വൺ, dash is defined as a person who directs, conducts, manage and supervises the affairs of the company. ആരായിരിക്കും? ഡയറക്ടർ. Then fifth one, only and dash can be a director. Only ഇൻഡിവിജ്വലിന് മാത്രമേ ഒരു ഡയറക്ടർ ആവാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു അസോസിയേഷനോ അങ്ങനെ ഒന്നും പറ്റില്ല. ഇൻഡിവിജ്വൽസിന് മാത്രമേ ഡയറക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ. Then sixth one, no person shall be appointed as a director of a company unless he has been allotted the dash. എന്താണ്? ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, DIN എന്ന് പറയുന്നു. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പേഴ്സണിന് ഡയറക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ. ദെൻ സെവൻത്ത് വൺ,
The minimum number of directors in the case of public company എത്രയാണ്? 3. The minimum number of directors in the case of private company 2. And the minimum number of directors in the case of one person company 1. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ കേസിൽ 3 ആണ്, പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ 2 ആണ്, വൺ പേഴ്സൺ കമ്പനിയുടെ കേസിൽ 1 ആണ്. Then 10th one, the maximum number of directors എത്രയാണ്? മാക്സിമം നമ്പർ 15 ആണ്. 8th one, ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല കേട്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, ഞാനതൊരു ഓർഡറിലാക്കിയെന്നേ ഉള്ളൂ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലേ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റഡ് ആയിട്ടുള്ളത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. Then financial institutions includes എന്തൊക്കെയാണ്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 2 ടൈപ്സ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതൊക്കെയാണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണ്? 2 ടൈപ്സ് ഉണ്ട്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ദെൻ ഫിനാൻഷ്യൽ സർവീസസ്, അതിലേതൊക്കെയാണ് പെടുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ, മെർച്ചൻറ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, ലീസിങ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഓർഗനൈസ്ഡ് മാർക്കറ്റും ഉണ്ട്, അൺഓർഗനൈസ്ഡ് മാർക്കറ്റും ഉണ്ട്. ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ 2 ടൈപ്സ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ലോങ് ടേം ലോൺ മാർക്കറ്റ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാട്ടോ. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബാക്കിയെല്ലാം നമ്മുടെ സിലബസിലുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് വൺ, ഡാഷ് ഈസ് എ മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്സ് റൈസ്ഡ് ബൈ നോൺ ഗവൺമെൻറ് ബിസിനസ് ഓർഗനൈസേഷൻ ത്രൂ ദ ഇഷ്യൂ ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ലോങ് ടേം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നോൺ ഗവൺമെൻറ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഫണ്ട് റേസ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ നോൺ ഗവൺമെൻറ് ബിസിനസ് ഓർഗനൈസേഷൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട്സ് റേസ് ചെയ്യാണ്. എങ്ങനെയാണ്? ത്രൂ ദ ഇഷ്യൂ ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ്. Then third one, in stock exchange one can buy or sell securities at the prevailing price through a stock broker. stock broker വഴിയാണ് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും സാധിക്കുള്ളൂ. Ninth module, income tax. First one, income from salary is under section 15 to 17. Section 15 includes chargeability. Salary is chargeable to tax either on due basis or on receipt basis, whichever is earlier. സാലറി ചാർജബിൾ ആവുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ഡ്യൂ ബേസിസിലായിരിക്കും അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസിസിലായിരിക്കും. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ ബേസിലാണ് സാലറി ചാർജബിൾ ആവുന്നത്. Then section 16 includes deductions. It provides deductions for the standard deduction, entertainment allowances and professional tax. Then fourth one, സെക്ഷൻ 17 ഇൻക്ലൂഡ്സ് ഏതാണ്? മീനിങ്. ഏതൊക്കെയാണ്? ഡെഫിനിഷൻ ഓഫ് സാലറി വരുന്നുണ്ട്, പെർക്വിസിറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി വരുന്നുണ്ട്. ദെൻ സാലറീസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ബേസിക് സാലറി ഉണ്ട്, അലവൻസസ് ഉണ്ട്, പെർക്വിസിറ്റ്സ് ഉണ്ട്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഉണ്ട്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ബേസിക് സാലറി എന്താണെന്ന് നോക്കാം. The amount of money a salaried employee regularly earn before any addition or deductions are applied to their earnings. അതായത് ബേസിക് സാലറി എന്ന് പറയുന്നത് ഒരു അഡീഷനും അതുപോലെ തന്നെ ഡിഡക്ഷനും ചെയ്യാതെയുള്ള ബേസിക് ആയിട്ടുള്ള സാലറി. ഒരു ആൾ വാങ്ങിക്കുന്ന എംപ്ലോയി വാങ്ങിക്കുന്ന സാലറിയാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. അവിടെ ഡിഡക്ഷൻസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ ഒന്നും ആഡ് ചെയ്തിട്ടും ഉണ്ടാവില്ല. Then allowances എന്താണ്? An amount of money given regularly for a specific purpose. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് റെഗുലർലി കൊടുക്കുന്ന എമൗണ്ട് ആണ് അലവൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HRA അലവൻസ്, അതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ പെർക്വിസിറ്റ്സ്
any benefit attached to an office or position in addition to salary or wages. സാലറിക്കോ വേജസിനോ പുറമെ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. Then profit in lieu of salary എന്താണ്? പേയ്മെന്റ്സ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഇൻ അഡീഷൻ ടു ദ റെഗുലർ സാലറി. റെഗുലർ സാലറിക്ക് പുറമെ കിട്ടുന്ന എമൗണ്ട് പേയ്മെന്റ് ആണ് പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറി എന്ന് പറയുന്നത്. 10th മൊഡ്യൂൾ മാനേജ്മെന്റ്. നമുക്ക് ഇതിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് കണ്ടെത്തി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിങ് പ്രെമിസസ്. പ്ലാനിങ് പ്രെമിസസ് എന്താണ്? ഫ്യൂച്ചർ അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനിങ് പ്രെമിസസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളുടെ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ്, നമ്മൾക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ ഏതെല്ലാം രീതിയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഏതെല്ലാം മെത്തേഡ്സിലൂടെ ചെയ്യാമെന്നെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡെവലപ്പ് ചെയ്യുക. ദെൻ ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, അതിൽ നിന്ന് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ദെൻ ഫോർമുലേഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് പ്ലാൻസ്. ഡെറിവേറ്റീവ് പ്ലാൻസ് എന്താണ്? സബ് പ്ലാൻ ആണ് അല്ലേ. ബേസിക് പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ് പ്ലാൻസിനെയാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുക. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുക. ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻസ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ആണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്ത് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻസ് ഇംപ്ലിമെൻറ്റേഷൻ, നമ്മൾ ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. ദെൻ ഇവാലുവേഷൻ ഓഫ് ദ പ്ലാൻ. അതിനുശേഷം എന്താണ്? ഇംപ്ലിമെൻ്റ് ആയതിനു ശേഷം ആ പ്ലാൻ കറക്റ്റായിട്ട് തന്നെയാണോ പോകുന്നത്, അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണോ എന്നെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയുമാണ് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. ഏതൊക്കെയാണ്? അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിങ് പ്രെമിസസ്, ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, formulation of derivative plan, determination of the sequence of activities, execution of the plans, implementation and evaluation of the plan. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്ലാൻസ് നോക്കാം. ഏതൊക്കെയാണ്? സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്, മൾട്ടി യൂസ് പ്ലാനും ഉണ്ട്. 2 ടൈപ്സ് ആണുള്ളത്, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് മൾട്ടി യൂസ് പ്ലാൻ. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഞാനൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്തതാണ് കേട്ടോ. ദെൻ സിംഗിൾ യൂസ് പ്ലാനിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പ്രോഗ്രാംസ് ഉണ്ട്, ബജറ്റ് ഉണ്ട്, ഷെഡ്യൂൾ, പ്രൊജക്റ്റ് ആൻഡ് മെത്തേഡ്സ്. ദെൻ മൾട്ടി യൂസ് പ്ലാനിൽ ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. Then single use plan is also called specific plan. Multi-use plan is also called standing plan. അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ദെൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചിട്ട് നമുക്ക് പോയിൻറ്റ്സ് കുറച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ദെൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പറയണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Okay, thank you.